നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. ഈ വരികൾ പറയപ്പെടുന്നത് നവചമ്പക പുഷ്പാഭ, അതായത് പുതിയ ചെമ്പകപ്പൂ പോലെ മനോഹരമായ വിടർന്ന മൂക്കുകളുള്ളവളും നക്ഷത്രങ്ങളെ മിന്നുന്ന നക്ഷത്രങ്ങളുടെ ശോഭയാർന്ന, അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന തരത്തിലുള്ള മുക്കുത്തി അണിഞ്ഞവളും ആയ ദേവിയെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിലെ വരികളാണ്. അപ്പോൾ ഭാരതീയര് പണ്ട് കാലം മുതൽക്കേ മുക്കുത്തി അണിഞ്ഞിരുന്നു. എന്തിനാണ് മൂക്കുത്തി അണിയുന്നത്? ആരാണ് മൂക്കുത്തി അണിയേണ്ടത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം? ഇത് അണിയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതിനെക്കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മുക്കുത്തി എന്ന് പറയുന്നത് പല നാട്ടിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളെക്കുറിച്ചൊന്ന് അറിയാം. നമസ്കാരം, രുദ്രധാരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് മുക്കുത്തിയെക്കുറിച്ചാണ്. മുക്കുത്തി ഇന്ന് പലരും സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായിട്ടാണ് മുക്കുത്തി അണിയുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് അണിയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അത് പറയുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കന്യാകുമാരി എന്ന് പറയുന്ന ദേവിയെക്കുറിച്ച്. കുമാരിയിൽ ഒരു പ്രത്യേകതയുണ്ട്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള കന്യാകുമാരി ദേവി, ആ വിഗ്രഹത്തിൽ ഒരു മാണിക്യമുത്തുണ്ട്, അതായത് മുക്കുത്തിയാണത്. അത് വളരെ ശോഭയാർന്നതാണ്, ഭയങ്കര തിളക്കമുള്ളതാണ്. ആ തിളക്കമുള്ളതായതുകൊണ്ട് പലപ്പോഴും കപ്പലുകൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് വരുമ്പോൾ വിളക്കുമാടത്തിൻ്റെ വെട്ടമാണെന്ന് കരുതി കപ്പലുകൾ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ചപ്പോൾ തീരത്തുള്ള ആഴം കുറഞ്ഞ ഭാഗത്തെ പാറകളിൽ തട്ടി കപ്പലുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട അടച്ചിടുന്നത്. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ അത് തുറക്കാറുണ്ട്. സ്നാനം പോലത്തെ ഇതിന് വേണ്ടിയിട്ട് അത് തുറക്കാറുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം അവിടുത്തെ പേർക്കുണ്ട്. അപ്പോൾ മുക്കുത്തിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പല നാട്ടിലും ഇതിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മൂക്കുത്തിയെ പറ്റി പറയപ്പെടുന്നുണ്ട്, പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ആയുർവേദത്തിൽ സുശ്രുത സംഹിതയിൽ മുക്കുത്തിയെ പറ്റി പറയുന്നുണ്ട്, എന്തിനാണത് ധരിക്കേണ്ടതെന്ന്. എന്നാൽ അതിന് മുന്നേ മിഡിൽ ഈസ്റ്റിൽ അവരാണ് ആദ്യമായിട്ട് മുക്കുത്തി അണിയുന്നത്. ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്, കൂടുതൽ പ്രചാരം കിട്ടുന്നത് മുസ്ലിം വിഭാഗക്കാരിലൂടെയാണ്. അവരാണിത് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ഉത്തരേന്ത്യക്കാരാണ് ദക്ഷിണേന്ത്യക്കാരേക്കാൾ കൂടുതൽ മുക്കുത്തി അണിയുന്നവർ. അപ്പോൾ എന്തിനാണിത് അണിയുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലെ വിശ്വാസം? അത് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾ ഇടയ്ക്ക് വന്നൊരു വാർത്തയാണത്, പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. കാലിൽ ചരട് കിട്ടുന്ന ഒരു സ്വഭാവം നമ്മൾ പലരുടെയും ഇടയിലുണ്ട്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയിലുണ്ട്. ആരോ അത് പറഞ്ഞു, ഡാൻസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യണം, കാലിൽ കെട്ടണം. എന്തിനാണത്? അത് കണ്ണേറ് കിട്ടാതിരിക്കാനാണ് എന്ന് ആരോ പറഞ്ഞു. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു സത്യം കൂടെ പറഞ്ഞിട്ട് വേണം ഞാൻ ഈ മുക്കുത്തിയിലോട്ട് പോകുന്നുള്ളൂ. കാരണം ഇത് അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. കാലിൽ ചരട് കെട്ടുന്നത് ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവര് അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. ഞാൻ എൻ്റെ ശരീരം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് ഒരു ഉത്തരേന്ത്യക്കാരൻ കേരളത്തിൽ വന്നപ്പോൾ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറി. അപ്പോൾ അദ്ദേഹത്തിന് എതിരെ കേസെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കാലിൽ ചരട് കിട്ടുന്നതിൻ്റെ അർത്ഥം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ സമീപിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോ നാട്ടിലും ഓരോ സംസ്കാരമുണ്ട്.
അത് നമ്മൾ കോപ്പി അടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ഇങ്ങോട്ട് പകർത്തുമ്പോൾ അതിനകത്ത് നാളെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കുക. ഒന്ന് അല്ലേ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സംസ്കാരം വസ്ത്രധാരണങ്ങളാണെങ്കിലും ഭൂഷണ ആഭരണങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒന്ന് ഇവിടെയൊക്കെ പകർത്തുമ്പോൾ നാളെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിവില്ലായ്മയിൽ നിന്ന് ചെയ്തു തുടങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് വിശ്വാസത്തിലേക്ക് പോകാം. മുക്കുത്തി ധരിക്കേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ്? ഇന്ന് സാധാരണയായിട്ട് എല്ലാ പെൺകുട്ടികളും മുക്കുത്തി അണിയാറുണ്ട് അല്ലേ. ഒരു 14 വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികൾ മുക്കുത്തി അണിയാറുണ്ട്. ആദ്യം ഞാൻ ആയുർവേദത്തിൽ പറയുന്ന കാര്യത്തിൽ നിന്നങ്ങ് പോവാം. മുക്കുത്തി അണിയേണ്ടത് ഇടത് മൂക്കിലാണ്. എന്തുകൊണ്ട് ആയുർവേദം പരാമർശിക്കുന്നു, വേദത്തിലും പറയുന്നു ഇടത് മൂക്കിൽ വേണം പെൺകുട്ടികളെ ധരിക്കാവൂ. അത് ഇടത് മൂക്കിൽ തന്നെ വേണമെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇടത് മൂക്കിൽ ധരിക്കുന്നത് കൊണ്ട് ആ പെൺകുട്ടിയുടെ ഗർഭപാത്രവും അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രസവ വേദനയും ഈ 3 കാര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗർഭപാത്രം കൂടുതൽ ബലമുള്ളതാകുന്നു. 2, ആർത്തവത്തിന്റെ വേദന കുറയുന്നു. 3, പ്രസവ വേദന കുറയുന്നു. മരണത്തേക്കാൾ വേദനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ഇവിടുത്തെ നാഡിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ടാണ് ആയുർവേദത്തിൽ സുശ്രുത സംഹിതയിൽ ഇടത് മൂക്കിൽ തന്നെ മൂക്കുത്തി അണിയാൻ പറയുന്നത്. എന്തുകൊണ്ടുള്ള മൂക്കുത്തിയാണ് അണിയേണ്ടത്? സ്വർണം തന്നെ വേണം, വെള്ളി പരാമർശിക്കുന്നില്ല. സ്വർണം തന്നെ ആയിരിക്കണം മൂക്കുത്തി. വ്യാഴത്തിന്റെ അനുഗ്രഹം, ലക്ഷ്മി കടാക്ഷം ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തിയാണ് ഇടത് മൂക്ക് പരാമർശിക്കുന്നത്. എന്നാൽ ഇത് ആരാണ് ധരിക്കേണ്ടത് അതും കൂടി പറയാം. അതിനു മുമ്പ് ചിലർ വജ്രം, ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഡയമണ്ട് കൊണ്ടുള്ള ഈ പറയുന്ന മുക്കുത്തി ഉപയോഗിക്കാറുണ്ട്. ഡയമണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതകത്തിൽ ശുക്രൻ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഡയമണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന പണിയുടെ ഒരു 16 മടങ്ങ് എക്സ്ട്രാ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഒരു 100% കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കയറി ഡയമണ്ട് ധരിക്കാൻ പറ്റത്തില്ല. കോസ്റ്റ്ലി ആണ്. പക്ഷേ ഈ സാധനം ധരിക്കേണ്ടത് പ്രത്യേകം, ഈ ശുക്രൻ നല്ല അനുഭവ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അവർ ധരിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ പ്രോസ്പെരിറ്റി ഉണ്ടാവും. അല്ലാതാണെങ്കിൽ നല്ല രീതിയിൽ താഴ്ന്നു പോവുക മാത്രമല്ല, ഡെയിലി കണ്ണ് തുറക്കുന്നത് പുതിയ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡയമണ്ടിലോട്ട് പോകാത്തതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നല്ലൊരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് ശുക്രൻ്റെ സ്ഥാനം നോക്കിയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ നാളൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണേൽ പറയാൻ പറ്റും ഇന്നത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സമയം നോക്കിയിട്ട് ഇതൊക്കെ ചെയ്യാവൂ. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതെ സ്വർണം തന്നെ ഉപയോഗിക്കുക. വെള്ളി ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വർണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് വേദത്തിൽ. അതുപോലെ ഇതാരാണ് ധരിക്കേണ്ടത്, അതാരാണ് ധരിക്കേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ചരിത്രം കൂടെ പറഞ്ഞിട്ട് പോകാം, എങ്കിലേ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, രാജസ്ഥാനികൾ ഇത് ഉപയോഗിക്കുന്നത് മുഖത്തിൻ്റെ ഒരു ഭാഗം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുജറാത്തിലുള്ളവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ത്രിപുര, മണിപ്പൂർ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അവർ വിവാഹത്തിൻ്റെ അന്നാണ് മൂക്കിൽ ഈ പറയുന്ന സ്റ്റഡ് ഇടുന്നത് അല്ലെങ്കിൽ മൂക്കുത്തി ഇടുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് മൂക്ക് കിഴിച്ചിട്ട് അതിനകത്ത് ഇതിടുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ളവരും ഇത് കേരളത്തിലേക്കാൾ കൂടുതൽ അവരാണ് ഇടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ആന്ധ്രയിലുള്ളവർ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ആന്ധ്രയിലുള്ളവർ ഇതിനും മൂക്കുത്തിക്കും അതുപോലെ മിഞ്ചി എന്ന് പറയുന്നത് കാലിലിടുന്നതിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മിഞ്ചി കാലിലിടുന്ന ഒരു റിങ്, മോതിരം പോലെ ഇടുന്ന സാധനം. ആ സാധനം കാലിൽ നിന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഭർത്താവിന് ദുരിതമാണ്. താലി കളഞ്ഞു പോകുന്ന എങ്ങനെയാണോ അതുപോലെയാണ് ഈ മിഞ്ചി കളഞ്ഞു പോകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് പോകാൻ പാടില്ല. അങ്ങനെ ഒരു വിശ്വാസം അവർക്കിടയിലുണ്ട്. അതവിടെ നിൽക്കട്ടെ, മുക്കുത്തിയിലേക്ക് വരാം. അപ്പോൾ മുക്കുത്തിക്ക് പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ശിഖാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, പുരിനാഥ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, നാഥൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുകളുണ്ട് ഇതിന്.
അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ ഇടേണ്ടത് ഇടത്തെ മൂക്കിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ് ലോഹം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി പറയേണ്ടത് വലത് മൂക്കിൽ കുത്തുന്നവരുണ്ട്. വലത് മൂക്കിൽ കുത്താൻ പാടില്ലെന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് മൂക്കിൽ കുത്തുന്നത് സ്വയം പര്യാപ്ത അല്ലാത്ത സ്ത്രീയുടെ ലക്ഷണമാണ്. വലത് മൂക്കിൽ കുത്തുന്നത് അവൾക്ക് ഒരിക്കലും ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ അവൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങളോ സ്വന്തമായിട്ടുള്ള ഒന്നും എന്താ പറയുന്നത് എൻ്റേത് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ സ്വയം പര്യാപ്തതയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലത് മൂക്കിൽ ഈ പറയുന്ന സ്റ്റഡ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയാണ് ഈ പറയുന്ന മൂക്കുത്തിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, കല്യാണത്തിന് മുമ്പ് കുത്തുന്ന ഒരു പതിവ് നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല. കല്യാണത്തിൻ്റെ അന്നാണ് ഈ പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. കല്യാണം കഴിഞ്ഞ സ്ത്രീകളായിരുന്നു ഉപയോഗിച്ച് വന്നിരുന്നത്. ഞാൻ പറഞ്ഞു, സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ, ഭംഗിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും എന്താണ്, നമ്മളല്ല നിങ്ങളെല്ലാവരും എന്തുപയോഗിക്കാറുണ്ട്? മൂക്കുത്തി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് കല്യാണത്തിന് മുമ്പ് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു ദോഷവും പറയപ്പെടുന്നില്ല. പക്ഷേ സാധാരണ ആചാരം അനുസരിച്ച് വിവാഹത്തിന് ശേഷമായിരുന്നു ഇത് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി എല്ലാവരും ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുമ്പോൾ ഇതേ ഉള്ളൂ പ്രധാനം. ഇടത് മൂക്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വലത്ത് മൂക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പറഞ്ഞു, മറ്റ് ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നില്ല. കാരണം വലത് ഭാഗത്ത് ഇത് ഇട്ടവർ ചിലപ്പോൾ വിഷമമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പരാമർശിക്കുന്നില്ല. ഞാൻ ഈ ചരടിൻ്റെ കാര്യം നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ചില നാട്ടിൽ വലത് ഭാഗത്ത് ഇത് ഇടാൻ പാടില്ല. അത് ഏത് നാടാണെന്നും ഞാൻ പറഞ്ഞ് വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നില്ല. അപ്പോൾ കൂടുതലും ഇടത് തന്നെ ചൂസ് ചെയ്യുക, ഇടത് ഭാഗത്ത് തന്നെ മൂക്കുത്തി ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലതൊക്കെ വരട്ടെ. പുതിയൊരു അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മൂക്കുത്തിയൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരിമാരായി എല്ലാവരും ജീവിക്കുക. ചിലയിടത്ത് ആൺകുട്ടികൾ ഇതിടുന്ന പദ്ധതി ഉണ്ട് കേട്ടോ. അതൊന്നും അത്ര ഫെയർ അല്ല. നമുക്കൊക്കെ ഇടാലോ, നമുക്ക് കമ്മലിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.